വെൽക്കം ടു മാനിഫോൾഡ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂൺ 30 നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കട്ട് ഓഫ് മാർക്ക് ഉയർന്നൊരു മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. First question. A circular wire loop has its radius increasing at a rate of 6 meters per second. The loop is placed perpendicular to a constant magnetic field of 0.4 Weber per meter square. When the radius of the loop is 2 meters, the EMF induced in the loop will be. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. ഇൻഡ്യൂസ്ഡ് EMF കാണാൻ നമുക്ക് ഫോർമുല ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു d∅dt ആണ്. Phi എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്. Phi ക്യാൻ ബി റിട്ടൺ ആസ് ഫ്ലക്സ് ഡെൻസിറ്റി B ഇൻറ്റു ഏരിയ ഓഫ് ദ ലൂപ്പ് B തന്നിട്ടുണ്ട്. B is equal to ഫ്ലക്സ് ഡെൻസിറ്റി 0.4 വെബർ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഈ ഏരിയ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് എ റേറ്റ് ഓഫ് ഏരിയ അല്ല, റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റ് എ റേറ്റ് ഓഫ് 6 meters per second ആണ്. സോ ഏരിയ നമുക്ക് സർക്കുലർ ലൂപ്പ് ആയതുകൊണ്ട് πr² എന്നാണ് ഫോർമുല. നമുക്ക് ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഫോർമുല B ഇൻറ്റു d∅dt ഓഫ് B ഇൻറ്റു π ഇൻറ്റു r². ഇവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി റേഡിയസ് ആണ്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B ഇൻറ്റു π കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു 2r ഇൻറ്റു dr/dt. ഓക്കെ, ഈ dr/dt കൂടെ നമ്മൾ എടുക്കണം. അപ്പോൾ അറ്റ് റേഡിയസ് r ഈക്വൽ ടു 2 meter ആൻഡ് dr/dt ഈ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് 6 meters per second ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി 0.4 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഇൻഡ്യൂസ്ഡ് EMF E is equal to 0.4 into pi into 2 into 2 into 6. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 9.6 pi വോൾട്ട്. 9.6 pi വോൾട്ട് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. What will be the force experienced by a conductor when a current of 50 ampere flows through the conductor of length 0.5 meter placed in a magnetic field of strength 0.5 Weber per meter square? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് കാണേണ്ടത് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഈക്വൽ ടു BIL സൈൻ തീറ്റ എന്ന് പറയുന്നതാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B, length of the conductor L, length L and current I. ഈ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ B and I, അതായത് കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്ന ലെങ്ത് വൈസ് ആയിട്ടുള്ള ഡയറക്ഷനും ബിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ 90 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ ആംഗിൾ പ്രത്യേകിച്ച് തന്നിട്ടില്ല. സോ വിൽ ടേക്ക് തീറ്റ ആസ് 90 ഡിഗ്രി. സോ ഫോഴ്സ് on the conductor equal to BIL, which is equal to B യുടെ വാല്യൂ 0.5 ആണ്. 0.5 into I, current is 50 into L, length of the conductor 0.5. so നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 12.5 ന്യൂട്ടൺ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. A circuit carrying a triangular wave having a form factor. ഇപ്പൊ ട്രയാങ്കുലർ വേവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫോം ഫാക്ടർ എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ട്രയാങ്കുലർ വേവ് നമുക്ക് ഈ രീതിയിൽ എടുക്കാം. ഇങ്ങനെ ഒരു ട്രയാങ്കുലർ വേവിന്റെ പീക്ക് വാല്യൂ VM എന്നുള്ള പീക്ക് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ RMS വാല്യൂ, ആവറേജ് വാല്യൂ ഒക്കെ കാണാം. ആവറേജ് വാല്യൂ നമുക്ക് കിട്ടുന്നത് VM/2 ആണ്. RMS വാല്യൂ ഓഫ് triangular voltage is VM/√3. VM/√3. അപ്പോൾ ഫോം ഫാക്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോം ഫാക്ടർ
form factor Kf equal to Vrms by V average value, RMS value Vm by root 3. So answer 2 by root 3 ആണ്, which is nearly equal to 1.154 ആണ്. 1.154. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫോം ഫാക്ടർ 1.11 എന്ന് പറയുന്നത് സിനുസോയിഡൽ സിഗ്നലിന്റെ ഫോം ഫാക്ടർ ആണ്. അതിനേക്കാളും ഗ്രേറ്റർ ആണോ, ഈക്വൽ ആണോ, ലെസ് ആണോ എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1.154 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഗ്രേറ്റർ ദാൻ 1.11. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. The RMS value of half rectified square wave. ഹാഫ് റെക്ടിഫൈഡ് സ്ക്വയർ വേവ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ RMS വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. RMS വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ VRMS ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/t പീരിയഡ് ഇന്റഗ്രൽ 0 to t V of t സ്ക്വയർ dt. ഇതാണ് ഫോർമുല. നമുക്ക് ഇവിടെ ഹാഫ് പീരിയഡിൽ മാത്രമാണ് അതിന്റെ വാല്യൂ 10 ആണ് വരുന്നത്. സോ ഇൻ റൂട്ട് ഓഫ് t 1/t വാല്യൂ നമ്മൾ എഴുതുകയാണെങ്കിൽ 0 to t/2 വരെയുള്ളൂ വരുന്നുള്ളൂ. V of t is 10 square dt. ഓക്കെ, ഇത് 100/2 into 1/2 എന്നാണ് കിട്ടുന്നത്. സോ റൂട്ട് 50 ആണ് ആൻസർ വരിക. റൂട്ട് ഓഫ് 50 ഈക്വൽ ടു റൂട്ട് 50 7.071 വോൾട്ട് ആണ് ആൻസർ വരിക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ 7.071 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. The primary objective for making the coil span of DC armature winding equal to pole pitch. Okay, DC armature winding അതിന്റെ കോയിൽ സ്പാൻ പോൾ പിച്ചിന് ഈക്വൽ ആക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ടു എൻഷുർ ദ അഡീഷൻ ഓഫ് EMF ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ EMF തമ്മിൽ ഒരേ പൊളാരിറ്റി വരും. സോ വി ക്യാൻ ആഡ്. അതാണ് ഇതിന്റെ കറക്റ്റ് റീസൺ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിലെ ഒരു ചാർജ് ബിൽഡപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് സോഴ്സിൽ നിന്നുള്ള ചാർജ് ആണ്, കോൺസ്റ്റന്റ് കറണ്ട് ആണ് വരുന്നത്. ഹൗ മച്ച് ടൈം ഡസ് എ കപ്പാസിറ്റർ ടേക്ക് ടു ബിൽഡ് എ ചാർജ് വിത്ത് 10 millijoule of energy? So energy in capacitor is 10 millijoule. If the charging current of capacitor is 100 milliampere taken by 100 mu of capacitance value 100 mu f ആണ്. ഇത്രയും ക്വാണ്ടിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ടൈം, ഹൗ മച്ച് ടൈം ഡസ് എ കപ്പാസിറ്റർ ടേക്ക് ടു ബിൽഡ് അപ്പ് എ ചാർജ്. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തു, ഇനീഷ്യലി അൺചാർജഡ് ആണ്, കപ്പാസിറ്റർ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് എനർജി കൂടും. എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് CV² ആണ്. ഇത് നമുക്ക് Q/C. അപ്പോൾ V is equal to Q/C എന്നുള്ള ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് Q²/C. ഈ ഫോർമുല ഉപയോഗിക്കാൻ നമുക്ക് ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു 10 into 10⁻⁻3. ഓക്കെ, കപ്പാസിറ്ററിന്റെ വാല്യൂ നമുക്ക് മൈക്രോ ആണെന്ന് അറിയാം. Q² 2 into C. കപ്പാസിറ്റൻസ് വാല്യൂ 100 into 10⁻⁻6 into 10⁻⁻2. So Q value root 2 into 10⁻⁻3. റൂട്ട് 2 1.414 ആണ്, മില്ലി കൂളംസ് ആണ് വരുന്നത് കപ്പാസിറ്റർ ചാർജ്. ഇനി ഈ ചാർജ് ഉണ്ടാവുന്നത് കോൺസ്റ്റന്റ് കറണ്ട് കൊണ്ടാണ്. അപ്പോൾ കറണ്ട് ഇൻറ്റു ടൈം ആണ് ചാർജ് വരുന്നത്. ടൈം ഈക്വൽ ടു Q/I. Q 1.414 into 10⁻⁻3 divided by 100 milliampere into 10⁻⁻3. നമുക്ക് കിട്ടുന്നത് 14.14 മില്ലി സെക്കൻഡ് എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. ആൻസർ അപ്പോൾ ഓപ്ഷൻ സി. ചാർജിങ് ടൈം ഓഫ് കപ്പാസിറ്റർ 14.14
millisecond. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The resistance load being connected to a DC network receives maximum power when load resistance equal to internal resistance of the source network as seen from the load terminal. So this theorem is maximum power transfer theorem. അടുത്ത question. Number 8. An LC circuit stores a total energy of E and maximum charge on capacitor is assumed as Q. What will be energy stored in the inductor while charge on the capacitor is Q by 2? So total energy E, this will be stored in capacitor when capacitor charge is maximum, that is equal to half Q square by C. So this quantity is total energy stored in the capacitor, and that is the total energy of the network. When capacitor charge drops to half of Q, when Q dash equal to Q by 2, energy stored E dash will be equal to half Q by 2 whole square by C equal to 1 by 4 times E. Total energy 1 by 4 ആണ്. So energy stored, ഇപ്പോൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ടോട്ടൽ എനർജിയുടെ 1/4 ആണ്. സോ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ is total energy minus 1 by 4 E equal to 3 by 4 E. So correct answer option D. 3 by 4 E. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 ഒരു ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഇൻഡക്റ്റൻസ് ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടെർമിനൽസ് എ ആൻഡ് ബി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻഡക്ടേഴ്സ് ഈ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടെർമിനൽസ് എ ആൻഡ് ബി, സി ആൻഡ് ഡി. നോക്കൂ, ഇതിന്റെ വാല്യൂ 3 ഹെൻറി 3 ഹെൻറി 3 ഹെൻറി 1 ഹെൻറി 1 ഹെൻറി 1 ഹെൻറി. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാറിലെ എല്ലാ ഇൻഡക്റ്റീവ് വാല്യൂസും സെയിം ആണ്, 1 1 1. അപ്പോൾ ഇത് 3 3 3 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് സർക്യൂട്ട് നമുക്ക് ഈ രീതിയിൽ മാറും. 3 പാരലൽ 3 3 പാരലൽ 3, ഇവിടെയും 3 ഹെൻറി പാരലൽ വിത്ത് 3 ഹെൻറി. സോ ഇൻഡക്റ്റൻസ്, രണ്ട് ഇൻഡക്ടേഴ്സ് പാരലൽ ആയിട്ട് വരുമ്പോൾ അതിന്റെ വാല്യൂ ഈക്വൽ വാല്യൂസ് വരുമ്പോൾ ഹാഫ് ആയി മാറും. സോ ദിസ് വിൽ ബി 3 by 2. ഓരോ ഇൻഡക്ടറും 3 by 2 ആയിട്ട് മാറും. 3 by 2 ഹെൻറി 3 by 2 ഹെൻറി, ഇതും 3 by 2 ഹെൻറി ആയിട്ട് മാറും. സോ നമുക്ക് ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടെർമിനൽസ് എ ആൻഡ് ബി ഇസ് 3 by 2 ഹെൻറി പാരലൽ വിത്ത് 3 ഹെൻറി. 3 by 2 into 3 divided by 3 by 2 plus 3. So this is L equivalent equal to 9 by 2 divided by 9 by 2 equal to 1 Henry. So right answer is 1 Henry. Option B ആണ് correct ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. Average current of a sine wave is. Average current of a sine wave is. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആവറേജ് കറണ്ട്, ആവറേജ് വാല്യൂ ഓഫ് സിനുസോയിഡൽ ക്വാണ്ടിറ്റി ഐ ആവറേജ് ഈസ് IM 2IM by pi ആണ് വരുന്നത്. ഇതിന്റെ വാല്യൂ 0.636 I peak or maximum value, peak value. So IM ന് പകരം peak value ആണ്. So correct answer option B ആണ്. Option B. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. The primary objective of commutating or reversing EMF in DC machine is to.
കമ്മ്യൂട്ടേറ്റിംഗ് ഓർ റിവേഴ്സിംഗ് EMF. DC മെഷീനിൽ റിവേഴ്സിംഗ് EMF വരാനുള്ള റീസൺ എന്ന് പറയുന്നത് കൺവേർട്ട് AC to DC. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, under light load condition series generator has rising voltage characteristics, but at high loads the voltage starts decreasing due to. ഇപ്പോൾ സീരീസ് DC മെഷീൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സീരീസ് ജനറേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഫീൽഡ് കറണ്ട്, ഓക്കെ, ഫീൽഡ് കറണ്ടിനനുസരിച്ച് ലോഡിനനുസരിച്ച് വോൾട്ടേജിന്റെ വേരിയേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി അത് ഇൻക്രീസ് ചെയ്യും, ദെൻ ഇറ്റ് ഡ്രോപ്സ്. ഈ ഡിക്രീസിങ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഡ്യൂ ടു എക്സസീവ് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. കറക്റ്റ് ആൻസർ, എക്സസീവ് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. A 250 volt shunt motor with armature resistance 0.5 ohm runs at 600 rpm on full load and takes an armature current of 20 ampere. തന്നിരിക്കുന്നത് armature resistance 0.5 ohm, speed of rotation ഇത് R1 ആയിട്ട് എടുക്കാം, speed of rotation N1 equal to 600 rpm and takes an armature current IA1 20 ampere. If a resistance of 1 ohm is placed in the armature circuit, then speed of the half full load torque. Okay, speed at half full load torque ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്പീഡും അതുപോലെ തന്നെ EMF അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് N is proportional to EB by phi. N is proportional to EB by phi. So N2 by N1 equal to EB2 by EB1 into phi1 by phi2. അപ്പോൾ ഷണ്ട് മോട്ടർ ആണ്, phi1 will be equal to phi2. There is no change in flux. So EB ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിട്ടാണ്, EB2 by EB1 ആണ് വരുന്നത്. ഇനി ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കാം, EB1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ V minus IA1 into RA1. ഫസ്റ്റ് കേസിലെ റെസിസ്റ്റൻസ് 0.5 ആണ്, ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 20 ആണ്, സപ്ലൈ വോൾട്ടേജ് 250 വോൾട്ട്, 250 മൈനസ് കറണ്ട് 20 into 0.5 equal to 240 volt. EB2 equal to V minus IA2 into RA2, and that is equal to 250 minus resistance increase ചെയ്യുന്നുണ്ട് 1.5 ohm ആയിട്ട് മാറും. റെസിസ്റ്റൻസ് നമ്മൾ 1 ohm സീരീസിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1.5 into കറണ്ട്. ഇനി കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T2 സെക്കൻഡ് കേസിലെ ടോർക്ക് എന്നത് ഹാഫ് ഓഫ് T1 ആണ്. T is proportional to 5 into IA. 5 into IA. Phi കോൺസ്റ്റന്റ് ആണ്, 5 into IA. T1 equal to 5 into IA. സോ നമുക്കിവിടെ T is proportional to IA എന്നുള്ളതാണ് കിട്ടുന്നത്. So second കേസിലെ കറണ്ട് IA2 will be equal to half into IA1. So കറണ്ട് എന്ന് പറയുന്നത് സെക്കൻഡ് കേസിൽ ഹാഫ് ആണ് വരുന്നത്, IA1ന്റെ ഹാഫ് ആണ്, ഈക്വൽ ടു ഹാഫ് ഓഫ് 20 ഈക്വൽ ടു 10 ആംപിയർ. സോ 10 ആംപിയർ ആണ് സെക്കൻഡ് കേസിൽ കറണ്ട് വരുന്നത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 250 മൈനസ് 15 235 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. EB2 is 235 by 240. നമുക്ക് N2 ആണ് കാണേണ്ടത്. N2 is equal to this value 235 by 240 into N1. N1 600 ആണ്. നമുക്ക് കിട്ടുന്നത് വാല്യൂ 540
87.5 RPM. നമുക്ക് വാല്യൂ കിട്ടുന്നത് 587.5 RPM. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14. In a retardation test on a separately excited motor, the induced EMF in the armature fall from 220 volt to 190 volt in 30 seconds. On removing the armature from the supply, the same fall take place in 20 seconds if immediately after disconnecting the armature is connected to a resistance which take 20 ampere during this fall. Then the stray losses of the motor. ഇവിടെ റിട്ടാർഡേഷൻ ടെസ്റ്റ് ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. റിട്ടാർഡേഷൻ ടെസ്റ്റിൽ നമുക്ക് വോൾട്ടേജിന്റെ വേരിയേഷൻ വരുന്നത് 220 വോൾട്ട് ടു 190 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആവറേജ് വോൾട്ടേജ് ഈക്വൽ ടു വോൾട്ടേജ് is 220 plus 190 divided by 2 equal to 205. 205 ആണ് വോൾട്ടേജ്, ആവറേജ് വോൾട്ടേജ് വരുന്നത്. ആവറേജ് കറണ്ട് തന്നിരിക്കുന്നത് എത്രയാണ്? ആവറേജ് കറണ്ട് ഈക്വൽ ടു 10 ആംപിയർ. ആവറേജ് കറണ്ട് 10 ആംപിയർ ആണ്. അടുത്ത നമുക്ക് പവർ അബ്സോർബ്ഡ്. ഇപ്പോൾ ആവറേജ് കറണ്ടിന്റെയും ആവറേജ് വോൾട്ടേജിന്റെയും പ്രോഡക്റ്റ് ആണ് പവർ അബ്സോർബ്ഡ്. W dash equal to 205 into 10 equal to 2050 watt. Now ഈ ഒരു ടെസ്റ്റിലുള്ള ഇക്വേഷൻ നമുക്ക് സ്ട്രേ ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സ്ട്രേ ലോസ് W equal to T2 divided by T1 minus T2 into W dash. T2 time 30 second ആണ്, T1 ആണ് 30 second. T1 equal to 30 second and T2 equal to 20 second. വാല്യൂസ് തന്നിട്ടുണ്ട്. W dash നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20 divided by 30 minus 20 into W dash equal to 2050 equal to കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നത് 4100 വാട്ട് ആണ്. സ്ട്രേ ലോസ് 4100 വാട്ട് ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. If the applied voltage of a certain transformer is increased by 50% and frequency is reduced by 50%, the maximum core flux density B at secondary side will be. ഇവിടെ B, flux density in the core, flux density is proportional to V by F, voltage divided by frequency. For first case B1 is proportional to V1 by F1. Second case V2 എന്ന് പറയുന്നത് 1.5 times V1 and F2 frequency 50% reduce ചെയ്യാണ്. So 0.5 F1 ആണ് വരുന്നത്. So B2 will be proportional to V2 by F2 proportional to 1.5 V2 divided by 0.5 1.5 V1 by 0.5 F1. So B2 will be equal to 3 times B1. 3 times B1 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. For a mutually coupled coil L1 and L2, the coefficient of coupling is given by. So രണ്ട് കോയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ coefficient of coupling K എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? It is mutual inductance divided by root of L1 L2, product of self inductances of the coil. So ഇവിടെ ഫോർമുല, ഡയറക്റ്റ് ഫോർമുല ഒന്നും തന്നിട്ടില്ല. K only K into L1 L2, K into root of L1 L2 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബോവ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ
Question number 17. Equation of EMF induced in a coil rotated in uniform magnetic field by an angle theta from its vertical position. Perpendicular ആയിട്ടുള്ള പൊസിഷൻ എന്നുള്ള ആംഗിൾ ആണ് തീറ്റ, which is equal to omega t. Okay. So omega t 90 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ വരുന്നത് ഇൻഡ്യൂസ്ഡ് EMF V ഈക്വൽ ടു EM സൈൻ ഒമേഗ ടി ആണ് ആൻസർ വരിക. EM സൈൻ omega t. Option D is correct. Question number 18. The bandwidth of RLC series circuit with resistance, inductance and capacitance of 10 ohm, 0.1 Henry and 8 microfarad respectively is. So the bandwidth ആണ് തന്നിട്ടുള്ളത്. Bandwidth നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ R divided by 2 pi L. ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്യാം. ആറിന്റെ വാല്യൂ 10 ആണ്. 10 ഡിവൈഡ് ബൈ 2 പൈ ഇൻറ്റു എൽ. ഇൻഡക്റ്റൻസ് വാല്യൂ 0.1 ആണ്. നമുക്കിതിന്റെ വാല്യൂ കിട്ടുന്നത് 15.9 എന്നുള്ള വാല്യൂ ആണ്. 3 ഹെർട്സ് ആണ്. നമുക്കിതിന്റെ അടുത്തുള്ള ആൻസർ ഇവിടെ 15 ആണ്. ഓപ്ഷൻ എ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ സർക്യൂട്ട് വിത്ത് RLC components whose transient current is oscillatory when resistance is. Transient current oscillatory ആവാനുള്ള കണ്ടീഷൻ. അപ്പൊ അതിന്റെ സീറ്റ വാല്യൂ ലെസ് ദാൻ 1 എന്നുള്ളതാണ്. ഡാമ്പിംഗ് റേഷ്യോ ലെസ് ദാൻ 1 എന്നുള്ളത്. സോ R by 2 ഇൻറ്റു റൂട്ട് ഓഫ് L by C ആണ് ഡാമ്പിംഗ് റേഷ്യോ ലെസ് ദാൻ 1. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ R ലെസ് ദാൻ 2 ഇൻറ്റു റൂട്ട് ഓഫ് L by C. So R less than 2 into root of L by C. So correct answer option A.